ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയാണെന്നുണ്ടെങ്കിൽ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പം നയനയുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം എങ്ങനെയെങ്കിലും ദേവയാനിയെ അറിയിക്കണം അതിനായിട്ട്. എന്നിട്ട് പോയിട്ട് ജലജ പറഞ്ഞു തുടങ്ങുകയാണ് ദേവയാനിയുടെ അടുത്ത്, ഏട്ടത്തിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു വിലയില്ലാതായിട്ട് വരികയാണ്. കാരണം ഏട്ടത്തി വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ നയനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഏട്ടത്തിയേക്കാളും വലിയ ആളാവണം, അങ്ങനെ അവൾക്ക് ഈ വീടിൻ്റെ താക്കോല് കൈക്കലാക്കണം എന്നാണ് അവളുടെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ് ജലജ. അത് കേട്ട് ദേവയാനി പറയാണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ജലജെ. നീ ഇനി നയനയുടെ പേരും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചൂടാക്കാൻ നോക്കാനൊന്നും വേണ്ട. നീ ഒന്ന് പോയി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഞാൻ ഏട്ടത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചിട്ട് എന്തേലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് അത് ഇഷ്ടപ്പെടില്ല. ആയിക്കോട്ടെ, ഏട്ടത്തിക്ക് അത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. ഞാൻ ഏട്ടത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏട്ടത്തിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഇല്ലാണ്ടാവുമ്പോൾ ഏട്ടത്തിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് പറയണം. അപ്പോൾ ജലജയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് പോവുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യുക, നന്മയൊക്കെ ഉദ്ദേശിച്ച് ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഏട്ടത്തിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ നിന്ന് പോവാമെന്ന് പറയണം. അത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഓ വളരെ ഉപകാരം, അല്ലെങ്കിൽ തന്നെ തല ചൂട് പിടിച്ചിരിക്കുക, നീയായിട്ട് ഇനി അത് കൂട്ടിത്തരാൻ നിൽക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ ജലജയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ട്, അവൾക്ക് ഈ ഒരു വിഷയം ദേവയാനോട് പറയാതെ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനൊരുങ്ങാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ജലജ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയുടെ അടുത്തെങ്ങാനും മീനാക്ഷി പൈസ വന്ന് ചോദിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അത് ഉണ്ടല്ലോ, എന്ത് ചെയ്യും ചോദിക്കുകയാണ്. അവൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തരില്ല എന്ന് പറഞ്ഞതാണ്. ഓ, അപ്പോൾ അതാണല്ലേ ഏടത്തി ഇവിടെ വേണ്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ വിപരീതമായിട്ടാണ് ചെയ്യാൻ നിൽക്കണമെന്ന് നയന മീനാക്ഷിയോട് പറഞ്ഞു. അമ്മ തന്നില്ലെങ്കിൽ എന്താ, പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഒപ്പിച്ച് തരാം, ഇനി എന്നോട് ചോദിച്ചാൽ ഞാനത് തരാം എന്നൊക്കെ ഉള്ളൊരു കാര്യം നയന പറയുന്നുണ്ട്. അങ്ങനെ നയന പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷിയോട് സംസാരിച്ചിട്ട് അകത്തോട്ട് പോയിരിക്കുകയാണ്. അത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു. അപ്പോൾ ഏട്ടത്തിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കണ്ട കാര്യം ഞാൻ ഏട്ടത്തിയോട് പറയാനായിട്ട് വന്നപ്പോൾ ഏട്ടത്തിക്ക് വലിയ പോസ് ആയിക്കോ, ഞാനിതിലൊന്നും ഇടപെടാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജ പോകാൻ നിൽക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, അവിടെ നിന്നേ, നീ എന്താ പറയുന്നതെന്ന്. ഏട്ടത്തിയുടെ അടുത്ത് മീനാക്ഷി പൈസ ചോദിച്ചില്ലേ, അത് ശരി തന്നെയല്ലേ ചോദിക്കുമ്പോൾ അതെ. അപ്പോൾ അവൾ അത് കേട്ടായിരുന്നു. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, പൈസയൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് പോയിരിക്കുന്നതെന്ന് പറയാണ്. ഇനിയിപ്പോൾ ഏട്ടത്തിയോട് ചോദിക്കേണ്ട, അവൾ ഈ വീട്ടിലെ കാശും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, അവളോട് ചോദിച്ചാൽ മതി, അവൾ വലിയ ആളാവാനായിട്ടാണ് ഇപ്പോൾ ഇനി തീരുമാനിച്ചിരിക്കുന്നതെന്ന് ദേവയാനിയോട് ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൾ റൂമിലേക്ക് പോകുന്നതാണ്, വിശ്വാസമില്ലെങ്കിൽ ഏട്ടത്തി അവിടെ പോയി നോക്കിക്കോളൂ, ഏട്ടത്തിയുടെ നന്മ ഉദ്ദേശിച്ചാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് പറയുകയാണ് നമ്മുടെ ജലജ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് നേരെ മീനാക്ഷിക്ക് പൈസ കൊടുക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ അവൾ ഹോളിൽ വെച്ചിട്ടാണ് മീനാക്ഷി ചേച്ചി ഇതാ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഹോളിൽ മറ്റു എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ സമയം ദേവയാനി പറയുന്നുണ്ട്, നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിടത്ത് നിനക്ക് എവിടെ നാടി അധികാരം ഈ പൈസ കൊണ്ടുപോയി കൊടുക്കാനായിട്ടെന്ന് പറയാണ്. അപ്പം എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മുടെ മീനാക്ഷിക്ക് സംഭവം മനസ്സിലായി, ജലജയാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചെന്നുള്ളത്. അപ്പോൾ അവൾ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കണം, കാരണം ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ ഈ വീട്ടിലൊരു തല്ലുണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സമയം ഇങ്ങനെ നമ്മുടെ മീനാക്ഷി പറയാൻ പോകുമ്പോൾ ജലജ പറയുന്നത് മിണ്ടി പോവരുതെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ അവിടെ പാവം മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ദേവയാനി നല്ല രീതിയിൽ തന്നെ നമ്മുടെ നയനേനെ ചീത്ത പറയുന്നുണ്ട്, നീ ആരാണെന്ന് നിൻ്റെ വിചാരം, ഈ പൈസ എടുത്തോണ്ടുന്നത് നീ ഡിസൈൻ വരച്ചതോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനമ്മയും ഇവിടേക്ക് നിനക്ക് ചിലവിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പൈസയോ ഇത്ര അധികാരത്തിലെടുത്ത് കൊടുക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, ഈ വീട്ടിലൊരാൾക്കൊരു ആവശ്യം വന്നിട്ട് പൈസ കൊടുക്കുന്നത് അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നോ അങ്ങനെയൊക്കെ ഉണ്ടോ, പൈസ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞുകൊടുത്ത് നിന്നോട് ആരടി പൈസ കൊടുക്കാനായിട്ട് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ അവിടേക്ക് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി, ഇവളെ എന്നെക്കാളും വലിയ ആളാവാനായിട്ട് നിൽക്കുക, കൊച്ചു മുതലാളി
മുതലാളി കൊച്ചു മുതലാളിയുടെ അതേപോലെ ഭാര്യയാവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവളെ വീട്ടിലത്തെ അധികാരം മുഴുവൻ പിടിച്ചെടുത്താനായിട്ട് നിൽക്കുകയാണ്. കാരണം അവൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞോടത്ത് പൈസ എടുത്ത് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു വലിയ ആളായിട്ട് എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ദേവിയാനി വേണ്ടാന്ന് പറഞ്ഞോടത്ത് മോള് പൈസ കൊടുക്കാനായിട്ട് നിന്നെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഇവള് പറയാ നയന പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കറിയില്ലായിരുന്നു അമ്മ ഇങ്ങനെ വേണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. എന്നോട് മീനാക്ഷി ചേച്ചി വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാനത് ആദർശേട്ടനോട് ചോദിച്ചിട്ട് പൈസ എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിലേ മൂത്തവരെ ബഹുമാനിക്കാനൊന്നും പഠിച്ചിട്ടില്ല, വലിയ ആളാവാനായിട്ട് നിൽക്കുന്നതെന്ന് പറയാണ്. ആ സമയം നയന പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു, അമ്മയോട് വന്ന് ചോദിച്ചതും അമ്മ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യവും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ തകർന്നു പോകുന്നു പേടിച്ച് നമ്മുടെ ജലജയാണെന്നുണ്ടെങ്കിൽ പറയാണ്, നോണ പറയല്ലേ നയനെ, ഞാൻ കേട്ടതാണല്ലോ നിന്നോട് മീനാക്ഷി വന്ന് പറയുന്നത്, ഇങ്ങനെ ദേവയാനിയോട് ചോദിച്ചായിരുന്നു, അവൾ തരില്ല എന്ന് പറഞ്ഞു, അപ്പോൾ നീയല്ലേ പറഞ്ഞത്, അതിനെന്തിനാ അവരോട് ചോദിക്കുന്നത്, ഞാൻ തരല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ നീ റൂമിലേക്ക് പോയത്, എന്തിനാ ഇങ്ങനെ ആൾക്കാരെ മുമ്പിച്ചിട്ട് വാക്ക് മാറ്റി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതും ചെവിയാലെ കേട്ടോ ആണെന്നും ജലജ ഉറപ്പിച്ചു പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ജയം പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, നയനമോള് അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ല, എനിക്ക് ജലജ പറഞ്ഞതിൽ കുറച്ച് വിശ്വാസക്കുറവുണ്ടെന്ന് പറയാണ്. അപ്പം തന്നെ ജാനകിയും പറയുന്നുണ്ട്, എനിക്കും അതെ, ജലജ ചിലപ്പോൾ മാറ്റി പറയുന്നതായിരിക്കും, നയന അങ്ങനെ ഒരു സ്വഭാവത്തിനുള്ള ഒരു കുട്ടിയല്ല, അമ്മ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം അവൾ പിന്നെ ചെയ്യാനായിട്ട് നിൽക്കില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇനി എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് ഇട്ടോ, ഞാൻ മനഃപൂർവ്വം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണെന്ന് ഇനി നിങ്ങളും പറഞ്ഞുണ്ടാക്കിക്കോ എന്നുള്ളൊരു കാര്യം ജലജ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയം എല്ലാ തെറ്റും നമ്മുടെ നയനയുടെ തലയ്ക്ക് വെക്കുന്നത് കണ്ടിട്ട് മീനാക്ഷിക്ക് സങ്കടമായിട്ട് മീനാക്ഷി വീണ്ടും അവൾ സത്യാവസ്ഥ പറയാനായിട്ട് പോകുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, നീ കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇപ്പോൾ അവസാനം എന്തായി, എല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ നയനയുടെ കയ്യിലിരിക്കുന്ന കാശ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് പൈസ അല്ലേ ആവശ്യം, നീ പൈസയും കൊണ്ട് ഇവിടെ നിന്ന് മിണ്ടാതെ പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം മീനാക്ഷി പറയുന്നുണ്ട്, എനിക്ക് പൈസ വേണ്ട, ഇങ്ങനെ നയന മോളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു പൈസയൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പം നയന വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല മീനാക്ഷി ചേച്ചിക്ക് എന്തോ അത്യാവശ്യമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് മീനാക്ഷി ചേച്ചി പൈസ വെച്ചോളുന്നു നയനയും പറയാണ്. അതായിട്ട് ദേവയാനി പറയുന്നുണ്ട്, കണ്ടില്ലേ അവളെ സാമർത്ഥ്യം, ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞ പൈസ അവൾ കൊടുത്തിരിക്കുകയാണ്, അവൾക്ക് എന്തോരം സാമർത്ഥ്യം ഉണ്ടായിട്ട് വേണം അവൾ ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അമ്മ കൊടുക്കരുതെന്നൊരു പറഞ്ഞൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നവ്യാണെന്നുണ്ടെങ്കിൽ പറയാണ്, നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ എപ്പോൾ നോക്കിയാലും ചെയ്യാൻ നിൽക്കും വലിയ ആളാവാനായിട്ട്, ഇനി ഇതൊന്നും പറയണ്ട, നീ ഒരു കാര്യം ആദർശമുണ്ട് അമ്മയുടെ കാല് പിടിച്ചിട്ട് സോറി പറയുന്ന പറയാണ് നവ്യ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനെന്തിനാ സോറി പറയുന്ന കാര്യം, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇതിന് മാത്രം എന്ന് നവ്യയുടെ അടുത്ത് നയന ചോദിക്കുകയാണ്. ആ സമയം നയന പറയുന്നുണ്ട്, അല്ല അമ്മ ഈ വീട്ടിൽ എത്ര വേലക്കാർക്ക് പൈസകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, ആ സമയം മുത്തശ്ശി ഇതേപോലൊരു മീറ്റിങ്ങും കാര്യങ്ങളൊന്നും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ എടുത്തു കൊടുത്തിട്ടില്ലേ, അതേപോലെ ഞാൻ ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് അവർക്ക് ബുദ്ധിമുട്ടറിഞ്ഞ് ഞാൻ കൊടുത്തു, അതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പം അത് കേട്ടിട്ട് കലി കയറി ദേവയാനി പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റോ അത് സമ്മതിച്ചും തരുന്നില്ല, അതുപോലെ എൻ്റെ മുമ്പിൽ നിന്ന് തർക്കുത്തരം പറയാനായിട്ട് തുടങ്ങുന്നു എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി നയനേനെ മുഖത്തേക്ക് അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും പിന്നിൽ നിന്ന് ആദർശ് വന്നിട്ട് അമ്മയുടെ കൈ തടയുന്നുണ്ട്. അങ്ങനെ ആ ഒരു രംഗത്തോട് കൂടിയിട്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. തുടർന്നുള്ള എപ്പിസോഡ്സ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.